ഇന്ന് നമ്മൾ 7th ക്ലാസ്സിലെ പേജ് 61 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമചതുരം വരയ്ക്കുക. വശങ്ങൾ ഓരോന്നിനും 3 സെൻറ്റിമീറ്റർ നീളം. ഇനി മുകളിലത്തെയും താഴത്തെയും വശങ്ങളിൽ ഇടത്ത് നിന്ന് 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് കുത്തുകളിടുക. അവ യോജിപ്പിക്കുക. ചെറിയ ചതുരം സമചതുരത്തിൻ്റെ എത്ര ഭാഗമാണ്? വലിയ ചതുരമോ? 1/3 ഭാഗത്തിന് ചുവപ്പ് നിറവും 2/3 ഭാഗത്തിന് പച്ച നിറവും കൊടുക്കുക. വേറെ ഏതെങ്കിലും രീതിയിൽ സമചതുരത്തിനെ 1/3 2/3 ആക്കി ഭാഗിക്കാമോ? ആദ്യം 3 സെൻറ്റിമീറ്റർ അളവിൽ സമചതുരം വരച്ച്, എന്നിട്ടെന്താ പറഞ്ഞേ? 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഭാഗിക്കുക. 1 സെൻറ്റിമീറ്റർ ഇവിടെ അത് യോജിപ്പിക്കുക. കുത്തുകളിടുക, അവ യോജിപ്പിക്കുക. ചെറിയ ചതുരം സമചതുരത്തിൻ്റെ എത്ര ഭാഗമാണ്? അതായത് ഇത് എന്ന് പറയുന്നത് മൊത്തം ചതുരത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ തുല്യ ഭാഗങ്ങളാക്കി ഭാഗിച്ചു നോക്കാം. ഇതാ അതേ വലുപ്പത്തിൽ ഇവിടെയും കുത്തിട്ട് കഴിഞ്ഞാൽ യോജിപ്പിച്ചാൽ ഒരേപോലെയുള്ള 3 പാർട്ടുകളല്ലേ ഇത്. അപ്പോൾ ഇത് എത്രയായിരിക്കും? 3ൽ 1, 1/3 ആണ് ഇത്. വലിയ ചതുരമോ? ഇതോ? ഇത് 3 ഭാഗമാക്കിയതിൽ 2 ഭാഗം. അപ്പോൾ ഇത് എത്രയാണ്? 2/3 ആയിരിക്കും. 1/3 ഭാഗത്തിന് ചുവപ്പ് നിറവും 2/3 ഭാഗത്തിന് പച്ച നിറവും കൊടുക്കുക. പിന്നെ എന്താ ചോദിച്ചത്? വേറെ ഏതെങ്കിലും രീതിയിൽ സമചതുരത്തിനെ 1/3 2/3 ഭാഗിക്കാമോ? ഈ സമചതുരത്തിനെ തന്നെ, അതായത് 3 സെൻറ്റിമീറ്റർ സമചതുരമാണ്. വേറെ 1/3 2/3 ആക്കി ഭാഗിക്കാവും. ഈ സൈഡ് ഭാഗം വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. 3 ഭാഗങ്ങളാക്കാം. ഇതേപോലെ ഇതാ. അപ്പോൾ ഇത് 1/3, ഇത് 2/3. അടുത്ത ക്വസ്റ്റ്യൻ, ഇങ്ങനെയൊരു ചതുരം വരയ്ക്കുക. ഒരു വശം 3 സെൻറ്റിമീറ്റർ, ഒരു വശം 6 സെൻറ്റിമീറ്റർ. അതിൻ്റെ 2/3 ഭാഗത്തിന് പച്ച നിറവും 1/3 ഭാഗത്തിന് ചുവപ്പ് നിറവും കൊടുക്കുക. അപ്പം 6 സെൻറ്റിമീറ്റർ ഒരു വശം വരച്ചു വെച്ചിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ. ഈ വശം 6, ഈ വശം 3. 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. ഇതിനെ 2/3 ഭാഗത്തിന് പച്ച നിറവും 1/3 ഭാഗത്തിന് ചുവപ്പ് നിറവും കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെ ആദ്യം 3 ഭാഗങ്ങളാക്കണം. 6 സെൻറ്റിമീറ്റർ ആണ്. 6നെ 3 ഭാഗങ്ങളാക്കിയാൽ എത്രയാ? 2 2 2. അപ്പോൾ 2 സെൻറ്റിമീറ്റർ വെച്ച് ഭാഗിക്കണം. 2 2. ഇതിൽ 2 ഭാഗം എന്ന് പറയുമ്പോൾ ഈ 2 പാർട്ടുകൾ 2/3. അതിന് പച്ച നിറം. 1/3 ഭാഗത്തിന് ചുവപ്പ് നിറവും കൊടുക്കുക. ഇനി അതേപോലെ ഈ സൈഡ് ഭാഗിച്ചാലും അതേപോലെ കിട്ടും. 3 ഭാഗം. ഈ 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 3 ഭാഗങ്ങളാക്കിയിട്ട് ഭാഗിച്ചാൽ മതി.